നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം VS മുരാരിത്തന്ത്രി. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ശരിക്കും ഈ യന്ത്രങ്ങൾ എപ്രകാരമാണ് നിർമ്മിക്കുന്നത്, യന്ത്രം കൈവച്ച് തന്നെയാണോ എഴുതുന്നത്, അതോ റെഡിമെയ്ഡ് ആണോ എന്നൊക്കെ. പക്ഷേ ഇത് നമ്മൾ എല്ലാ യന്ത്രങ്ങളും ഇവിടെ തന്നെ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് നമ്മളിത് രചിച്ചു കൊടുക്കുന്നത്. സംശയമുള്ളവർ മുമ്പിൽ വെച്ച് തന്നെയാണ് എഴുതിയതെല്ലാം കൊടുക്കുന്നത്. പിന്നീട് പേരുന്നാളും കൃത്യമായിട്ട് നടച്ച് അവരെ ബോധ്യപ്പെടുത്തിയാണ് നമ്മൾ ചെയ്യാറ്. ഇത് ശരിക്കും ശ്രീ മഹാസുദർശന യന്ത്രം അഷ്ട ഐശ്വര്യങ്ങൾക്കും സർവ്വവിധ ദുരിത നിവാരണത്തിനുമായിട്ടാണ് മഹാസുദർശന യന്ത്രം ധരിക്കുന്നത്. 2 നരസിംഹയന്ത്രം, നമ്മളുടെ ശത്രു സംഹാരം, ശത്രുദോഷം, ശത്രു നിഗ്രഹണം ഒക്കെ വേണം പറയാൻ. അപ്പം നരസിംഹയന്ത്രം ധരിക്കുന്നത് കൊണ്ട് ശത്രുത ഇല്ലാതായി ഐക്യമത്യം കൂടും എന്നാണ്. അടുത്തത് അഘോരയന്ത്രം. യന്ത്രങ്ങളിൽ വെച്ച് ശരിക്കും അശ്വാരൂഢം ധരിച്ചെന്നാൽ വിശ്വം ജയിച്ചിടാം എന്നാണ് പറയുന്നത്. അശ്വാരൂഢ യന്ത്രം ഒന്നും അങ്ങനെ ആർക്കും എഴുതി കൊടുക്കത്തില്ല, പക്ഷെ നമ്മൾ ഇവിടെ എഴുതി കൊടുക്കും. പിന്നെയുള്ളത് ശ്രീയന്ത്രം. ഇത് ശ്രീയന്ത്രമാണ്. അപ്പം യന്ത്രങ്ങളിൽ ഏറ്റവും വിശേഷിക്കപ്പെട്ട യന്ത്രമാണ് ശ്രീയന്ത്രം. പണ്ട് രാജഭരണകാലത്ത് തന്നെ കായംകുളം കൊട്ടാരം ആക്രമിക്കപ്പെട്ടത് ഒരു വളരെ പ്രശസ്തനായ ഒരു പണ്ഡിതൻ കായംകുളം രാജകൊട്ടാരത്തിലേക്ക് ഒരു ശ്രീയന്ത്രം എഴുതി കൊടുക്കുകയും ആ ശ്രീയന്ത്രം തട്ടിയെടുക്കാൻ വേണ്ടി കൊട്ടാരം ആക്രമിക്കപ്പെട്ട ചരിത്രവും നമ്മൾക്കറിയാം. അതാണ് ശ്രീയന്ത്രം. വളരെ അഷ്ടൈശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും ഒക്കെ ഉണ്ടാക്കിത്തരുന്നതാണ് ശ്രീയന്ത്രം. പിന്നെ അഘോരയന്ത്രം. ദൃഷ്ടിദോഷം, ബാധാദിദോഷങ്ങൾ, മറ്റ് ദുരിതാദികളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് അഘോരയന്ത്രം ഉപയോഗിക്കുന്നത്. മഹാമൃത്യുഞ്ജയന്ത്രം. രോഗ അർദ്ധാർദ്ധ അനർത്ഥങ്ങൾ വരുന്ന സമയത്ത് ശരിക്കും രോഗനിവാരണത്തിനും മറ്റുള്ള ദുരിതങ്ങളൊക്കെ മാറി നല്ലൊരു മൃതി നമ്മൾക്ക് ഭവിക്കാൻ വേണ്ടിയിട്ടുമാണ് ശരിക്കും മഹാമൃത്യുഞ്ജയന്ത്രം ധരിക്കുന്നത്. പിന്നെ ശൂലിനി യന്ത്രം. ശൂലിനി യന്ത്രം വളരെ വിശേഷാൽ ഉള്ള ഒരു യന്ത്രമാണ്. അത് സാധാരണ നമ്മൾ ചെയ്യുന്നത് വളരെയേറെ ദുരിതങ്ങളും ദോഷങ്ങളും ഒക്കെ വന്നു ഭവിച്ച് സമ്പദ്ഘടനയും മാനസികമായ ബുദ്ധിമുട്ടുകൾക്കുമൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ശൂലിനി യന്ത്രം ചെയ്യുന്നത്. പിന്നുള്ളത് വിദ്യാരാജോപകര യന്ത്രം. ഈ വിദ്യാരാജോപകര യന്ത്രം ധരിക്കുന്നത് കൊണ്ട് പല വിധത്തിലുള്ള പഠന വൈകൃതങ്ങളും മാറി നല്ല ഒരു അഷ്ട ഐശ്വര്യം വന്ന് ഭവിക്കാനുള്ള ഗുണം അതിലുണ്ടാവും. ഇതിൽ ഈ പറയുന്ന യന്ത്രങ്ങൾ ധരിച്ചാൽ വളരെയേറെ സമ്പൽ സമൃദ്ധി, ഐക്യത, ഐശ്വര്യം, ആയുരാരോഗ്യ സൗഖ്യം ഇതൊക്കെ ഇതിനകത്ത് പറയപ്പെടുന്നുണ്ട്. വളരെയേറെ ദോഷങ്ങൾ ഒക്കെ ഒഴിഞ്ഞ് നല്ല ഗുണഫലങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ് സാധാരണ യന്ത്രങ്ങൾ നമ്മൾ എഴുതി ധരിക്കുന്നത്. അപ്പം ഇത് ഒരുപാട് പേരിങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് ഇങ്ങനൊരു വിശദീകരണം നൽകുന്നത്. പിന്നെ ഇത് നമ്മൾ തന്നെ ഇവിടെ ചെയ്യിച്ചെടുക്കുന്ന സ്റ്റോണാണിത്. ഇത് സർട്ടിഫൈഡ് സ്റ്റോണാണ്. ഓപ്പൽ എന്ന് പറയുന്ന സ്റ്റോണാണിത്. അടുത്തത് ബ്ലാക്ക് അഗേറ്റ്. ദൃഷ്ടിദോഷം, ബാധാദിദോഷങ്ങൾ, ഉറക്കമില്ലായ്മ, മാനസികമായ ചില പ്രതിബന്ധങ്ങൾ ഒക്കെ വരുമ്പോഴാണ് ഇത് ധരിക്കുന്നത്. അഷ്ട ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കുമായിട്ടാണ് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ചെയ്യുന്നത്. പിന്നീടുള്ളത് ആമമോതിരം. ഇത് ചലിക്കുന്ന ആമയാണ്, ചലിക്കാത്ത ആമയല്ല. ഇത് നമ്മളിവിടെ തന്നെ ചെയ്യിച്ചെടുക്കുന്നത്. കേട്ടോ, ഇതിൻ്റെ കാല്, കൈ, വാല് എല്ലാം ചലിക്കുന്നതാണ്. അപ്പം ഇത്തരത്തിലുള്ള മോതിരങ്ങൾ വേണം നമ്മൾ ധരിക്കാൻ. പിന്നെ ഒരു വിശേഷാലുള്ള ഒരു യന്ത്രം കൂടെ പരിചയപ്പെടുത്താം. ഇതൊരു 8 കെട്ട് അളവിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് കുബേരയന്ത്രമാണ്. ഇത് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ എഴുതി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇത് ഫ്രെയിം ചെയ്യുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഫ്രെയിം ചെയ്യുന്നതും നമ്മൾ ഇവിടെ തന്നെയാണ്. പിന്നെയുള്ളത് അതിവിശിഷ്യാൽ ചില വ്യക്തികൾ വളരെ പവിത്രമായ രീതിയിൽ സൂക്ഷിക്കുന്ന മഹാലക്ഷ്മി യന്ത്രം. മഹാലക്ഷ്മി യന്ത്രം വിധിപ്രകാരം തന്നെ നമ്മളിവിടെ എഴുതി പേരും നാളുമൊക്കെ നിറച്ച് കൊടുക്കുന്നുണ്ട്. ഇത് മഹാലക്ഷ്മി യന്ത്രമാണ്. ഇത് എല്ലാ എഴുത്തും പൂർത്തീകരിച്ചതാണ്. ഇതിനകത്ത് പേരും നാളും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഇത്തരത്തിലുള്ള യന്ത്രങ്ങൾ നമ്മൾ ആരെക്കൊണ്ട് ചെയ്യിച്ചാൽ തന്നെയും പൂർണ്ണമായിട്ട് നമ്മൾ ബോധ്യപ്പെട്ട് വേണം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ. അപ്പോൾ യന്ത്രം രചിച്ച് നമ്മൾ തന്നെ ചോദിക്കണം, നമ്മുടെ പേരും നാളുമൊക്കെ എവിടെയാണ് എഴുതിയിരിക്കുന്നത്. ഒരു സ്ഥലരക്ഷയായാലും ഗൃഹരക്ഷയായാലും ദേഹരക്ഷയായാലും ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതെല്ലാം വിധിപ്രകാരം തന്നെ വേണം ചെയ്യാൻ. അപ്പം അല്ലാതെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഉപകാരപ്രദമാവത്തില്ല. നമ്മൾ ഈ യന്ത്രം ചെയ്യുന്നതോടൊപ്പം ആ വ്യക്തിയുടെ കയ്യിൽ നിന്നും അതിൻ്റെ ധ്യാനമന്ത്രം
വാങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ വെറുതെ ഒരു ഭിത്തിയിൽ ഒരു യന്ത്രം കൊണ്ടുവന്നിട്ടിരുന്നാൽ അത് ഫലം ചെയ്യത്തില്ല. അത് കൃത്യമായിട്ട് പരിപാലിച്ച് കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് ഫലസിദ്ധി ഉണ്ടാകൂ. അപ്പം ഇത് ഓരോന്നും ചെയ്യുമ്പോൾ വിധിപ്രകാരം തന്നെ ഇതുപോലെ പേര്, നാള്, മന്ത്രങ്ങൾ ഒക്കെ ലിഖിതം ചെയ്ത് വിധിപ്രകാരം പൂജകൾ ചെയ്താണ് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നത്. അപ്പം അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് അത് സംശയ നിവാരണം എന്നാൽ അറിയും വിധം വരുത്തി തരുന്നതായിരിക്കും. അതോടൊപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അറിഞ്ഞുകൊണ്ട് ചെയ്യുക. അതുപോലെ ഇതേപോലുള്ള കൂടുകളിൽ നമ്മൾ സുദർശനം, നരസിംഹം, അശ്വാരൂഢം എന്നീ യന്ത്രങ്ങൾ ചേർത്ത് ചെയ്യാറുണ്ട്. അത് ജാതി മത ഭേദമന്യാണ് ചെയ്യുന്നത്. അതിന് ജാതിയോ മതമോ ഒന്നും പ്രാധാന്യമില്ല. ഇതാണ് മറ്റൊരു കൂട്. അപ്പം ഇങ്ങനെയുള്ള അവനവൻ്റെ വിശ്വാസങ്ങൾക്ക് അനുസൃതമായ രീതിയിൽ തന്നെ നമ്മൾ കൂടുകൾ ചെയ്യാറുണ്ട്. അപ്പം ഓരോന്നും നമ്മൾ ചെയ്യുമ്പോൾ ശരിക്കും വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് തന്നെ ചെയ്യുക. മന്ത്രങ്ങൾ കൃത്യമായി ലിഖിതം ചെയ്യുക. ചുമ്മാതെ ഒരു യന്ത്രം വാങ്ങി നമ്മൾ ഈ വെച്ചൂണിക്കടയിൽ നിന്ന് വീട്ടിലിട്ടിട്ട് കാര്യമില്ല. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മുടെ ഈ പൂജാശാലകളിലെല്ലാം ഇത്തരത്തിലുള്ള ചക്രങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്കൊരു കാരണവശാലും ഒരു ഫലവും ചെയ്യത്തില്ല. കാര്യം വെച്ചാൽ അതിനകത്ത് വിധിപ്രകാരം നിങ്ങളുടെ നാമനക്ഷത്രാദികളോ നിങ്ങളുടെ ശരിക്കുമുള്ള കുലപ്പേരോ ഒരു സംഗതിയും അതിനകത്ത് കാണത്തില്ല. പക്ഷേ നമ്മൾ ഇങ്ങനെ ലിഖിതം ചെയ്യിച്ചാൽ നിങ്ങൾക്ക് തന്നെ വായിക്കാൻ പറ്റും അതിനകത്തുള്ള പേരുകളൊക്കെ. ഇത് പേരൊക്കെ എഴുതി കൃത്യമായിട്ട് ലിഖിതം ചെയ്താണ് ഇത് പൂജിക്കുന്നത്. അല്ലാതെ വെറുതെ ഒരു കടയിൽ നിന്ന് വാങ്ങി ചന്ദനം ചാർത്തി കൊടുക്കുന്ന ഒരു സമ്പ്രദായമല്ല. ഇതിനകത്ത് പേരൊക്കെ ഉണ്ടോ? ഈ പേരെല്ലാം വളരെ കൃത്യമായിട്ട് അതിനകത്ത് ലിഖിതം ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വിളിക്കുക. അതുപോലെ യന്ത്രം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇതുപോലെ രചിച്ച് നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, നന്ദി, നമസ്കാരം. അതുപോലെ ഇതൊരു സ്വർണ്ണ ചതുരക്കൂടാണ്. നമസ്കാരം. ഇത് ശ്രീചക്രാണ്. കണ്ടോ, കൃത്യമായിട്ട് പേരും നാളൊക്കെ ലിഖിതം ചെയ്ത് വ്യക്തമായിട്ട് എഴുതിയെടുത്തതാണ്. ഇതെല്ലാം ഇന്നത്തെ പൂജയിൽ പൂജിച്ച് കൊടുക്കേണ്ടതാണ്. ലക്ഷ്മി യന്ത്രങ്ങൾ, കുബേര യന്ത്രങ്ങൾ, ശ്രീയന്ത്രം, അങ്ങനെയുള്ള നിരവധി യന്ത്രങ്ങൾ ഇവിടെ നമ്മൾ തയ്യാർ ചെയ്ത് കൊടുക്കും. അതുപോലെ ദേഹരക്ഷയ്ക്കായിട്ടുള്ള യന്ത്രങ്ങൾ ശരീരരക്ഷയ്ക്കുള്ളത്, അഷ്ടൈശ്വര്യം, സമ്പൽ സമൃദ്ധി, സമാധാനം, വാഹനയോഗം, ഗൃഹയോഗം, മംഗല്യയോഗം, ഇതിനൊക്കെ വേണ്ടിയുള്ള ഒരുപാട് യന്ത്രങ്ങൾ നമ്മളിവിടെ രചിക്കുന്നുണ്ട്. അപ്പം വിധിപ്രകാരം ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ചാണ് രചിച്ച് നൽകുന്നത്. അപ്പം അതേപോലെ തന്നെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. ഏതൊരു കാര്യത്തിനും നമുക്ക് പരിഹാരമില്ലാത്ത കാര്യമില്ല പ്രപഞ്ചത്തിൽ. അപ്പം ഏത് പരിഹാരമായാലും നമ്മളിവിടെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പം കൃത്യമായിട്ട് യന്ത്രങ്ങൾ ഇതുപോലെ രചിച്ച് പൂജിച്ചാണ് നമ്മൾ കൊടുക്കാറ്. അപ്പം ആവശ്യമുള്ളവർ കൃത്യമായിട്ട് ഡീറ്റെയിൽസ് അയച്ചു തന്നാൽ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ നന്ദി, നമസ്കാരം.